ഈ ആരോണിന്റെ വീട്ടിൽ എപ്പോഴാണ് പോയി തുടങ്ങിയത്? നമ്മൾ ആരോണിന്റെ വീട്ടിൽ പോയി, മഞ്ജിമയുടെ വീട്ടിൽ പോയി. ഇനി എന്താണ് അഭിയോണയുടെ വീട്ടിലേക്ക് പോകണം? നമ്മളിപ്പോ സ്കൂളിലാണ് നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ ഡൈൻമെന്റ് ലൈഫ് ആണ് അല്ലേ. അതൊക്കെ നമ്മള് നാളെയൊക്കെ അവധിയാണ്, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് എടുത്തേക്കുവാണ്. ഇത് ഞങ്ങളുടെ ഇന്റർവ്യൂ എടുക്കാൻ ക്ലബ് എഫുകാർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോഴത്തേക്കും നമുക്ക് അവരെ വെയിറ്റ് ചെയ്യാണ്. ആകാശേട്ടനാണ്. എനിക്ക് ഇങ്ങോട്ട് നോക്ക്. ഹായ്. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഓക്കെ, ബായല്ലേ? ഹായ് ഹായ് പറ. ഹായ്. അപ്പൊ ഇന്റർവ്യൂ നമ്മൾ തുടങ്ങണേ. ഓക്കെ, ഈ ഹായ് ഗൈസ് ഇത് ആരാണ് ശരിക്കും പഠിപ്പിച്ചത്? അഭിനയിക്കാൻ എന്റെ അച്ഛൻ പഠിപ്പിച്ചാണ്. ജെർസാനും കൂടി ചെയ്യിപ്പിച്ചാണ്. എന്റെ അച്ഛൻ കുഞ്ഞിലെ തൊട്ട് ജനിക്കാറുണ്ട്. കുഞ്ഞിലേ കുഞ്ഞിലല്ല, ഒരു 5 വയസ്സ് തൊട്ട് തുടങ്ങിയിട്ട. അപ്പൊ ഇപ്പൊ എത്ര വയസ്സുണ്ട് അഭിനയിക്ക്? എനിക്ക് 9 വയസ്സ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ്? ഓക്കെ, ഇഷ്ടമുള്ള സബ്ജക്ട് ഇപ്പൊ ഏതാ? എനിക്ക് മാത്സോ? എന്റെ സന്തോഷമില്ലല്ലോ മുഖത്ത്. മാത്സാ ഇഷ്ടം. കൂട്ടാനും കുറയ്ക്കാനും ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നമുക്കപ്പോ അടുത്തതിലേക്ക് പോവാം. അപ്പൊ അഭിയോണെ, ഈ യൂട്യൂബ് ചാനൽ ആക്ച്വലി എങ്ങനെയാണ് തുടങ്ങിയത്? കുഞ്ഞിലെ തൊട്ട് എന്റെ അച്ഛൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങിയത്. ജെറിൻ സാറാണോ അതിന് സപ്പോർട്ട് തന്നത് ഇവിടെ വന്നതിന് ശേഷം? ആണോ? ഈ ജെറിൻ സാർ എങ്ങനെയാണ് ആള്? ചില സമയത്ത് എല്ലാം വാങ്ങിച്ചു കേക്ക് മേടിച്ചു തരും, ജ്യൂസ് മേടിച്ചു തരും, നാരങ്ങ ഞങ്ങൾക്ക് രണ്ടൊക്കെ മേടിച്ചു തരും, ഐസ്ക്രീം മേടിച്ചു തരും. നമ്മൾ ഷർദിക്ക് കടയിലോട്ട് പോയപ്പോ ചേട്ടനങ്ങോട്ടാണ് പോകുന്നത്. ഹലോ ഗൈസ്, നമ്മളിപ്പോ നരിയാവൂർ കവലയിലാണ്. ഇവിടെ സ്റ്റാൻഡിൽ എടുത്തൊരു ബേക്കറി കണ്ടപ്പോൾ നമ്മള് ഇവിടെ വന്നാണ്. ഞങ്ങൾ സ്ഥിരം വരുന്ന ആദംസ് ബേക്കറി ഞങ്ങൾ സ്ഥിരം വരാനുള്ള ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ പറ്റാൻ പറ്റുകയാണ് ഇവിടെ വരണം. ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളെ പരിചയപ്പെട്ട് കുറെ ആൾക്കാരുണ്ട്. മുട്ടായിയുണ്ട്, ഷാർജ ഷേക്ക് ഉണ്ട്, നാരങ്ങ വെള്ളം ഉണ്ട്, പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ ഉണ്ട്. എനിക്ക് എന്ത് മേടിച്ചിരും? ചേട്ടന്റെ ഇഷ്ടപ്പെട്ടു. ചേട്ടന്റെ ഭാഷ നമ്മള് കടയിൽ കയറി ഷാർജ ഷേക്ക് കുടിക്കാൻ. ഇപ്പൊ വീഡിയോസ് ഒക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, വീട്ടുകാരും ബന്ധക്കാരും നാട്ടുകാരൊക്കെ എന്താ പറയുന്നത്? ഇത്രയും മാത്രമേ പറയാറില്ല. വീഡിയോയെ സ്വയം കാണുമ്പോ എന്താ തോന്നുന്നത്? ശരിക്കും നീ വീഡിയോ ഇടൂലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാറുണ്ട് അഭിയോണനെ തന്നെ? എന്തായാലും ഒരു നാണം അത് പറഞ്ഞപ്പോ. ഈ ആരോണിന്റെ വീട്ടിൽ എപ്പോഴാണ് പോയി തുടങ്ങിയത്? അതെന്താണ് കലാശാസ്ത്രമേള? നമ്മൾ ആരോണിന്റെ വീട്ടിൽ പോയി, മഞ്ജിമയുടെ വീട്ടിൽ പോയി. ഇനി എന്താണ് അഭിയോണയുടെ വീട്ടിലേക്ക് പോകണം? എപ്പോ പോവാം? പോവാം. റെഡിയാണോ? അപ്പൊ അടുത്ത് നമ്മൾ ആരുടെ വീട്ടിൽ പോകും? ദിയയുടെ വീട്ടിൽ. എങ്ങനെയുണ്ട് ഷേക്ക്? എങ്ങനെയുണ്ട്? നമ്മൾ ഷേക്ക് കുടിച്ചു കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഇനി സ്കൂളിലേക്ക്. ഇപ്പൊ നേരത്തെ വ്ളോഗിങ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാറല്ലേ? ഈ സാറായിരുന്നത്? ജെറിൻ സാറിനെ വിളിച്ചാലോ? സാറേ വാ സാറേ. ഹായ് സാർ. ശരിക്കും പറയാം, എങ്ങനെയാണ് അഭിയോണനെ വീഡിയോ ഒക്കെ എടുപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്? വീഡിയോ പ്രേരിപ്പിച്ചല്ല, ഓൾറെഡി അവൾക്ക് അറിയാം എങ്ങനെ എടുക്കണമെന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം. അതുകൊണ്ട് ആ ഒരു ടൈമിൽ അങ്ങ് എടുക്കാൻ പറഞ്ഞ് അങ്ങ് എടുത്തു വിട്ടതാണ്. സാധാരണ ഇപ്പോൾ സ്കൂൾ ടൈമിൽ നിങ്ങൾ എപ്പോഴായിരിക്കും എടുപ്പിക്കാറ്? സ്കൂൾ ടൈമിൽ നമ്മൾ അങ്ങനെ സ്ഥിരം എടുക്കാറില്ല. പിന്നെ ഈ ശാസ്ത്രമേള വന്നപ്പോൾ ഉച്ച കഴിഞ്ഞുള്ള ടൈം എല്ലാം ഫ്രീ ആയിരുന്നു. അതായത് ഇവരെല്ലാം ഓരോ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്.
അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ സ്റ്റോറിയൊക്കെ ഇടുകയും ഞങ്ങൾക്ക് ഓൾറെഡി സ്കൂളിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പോൾ അവിടെ സ്റ്റോറി ഇടുകയും അപ്ലോഡ് ചെയ്യുകയെല്ലാം ചെയ്യുക. അപ്പോൾ ആ ടൈമിൽ ഞാൻ ചുമ്മാ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം വീഡിയോ എടുക്കുമായിരുന്നു. ഞങ്ങൾ പിള്ളേരെ ഇങ്ങനെ ശാസ്ത്രമേള കഴിഞ്ഞിട്ട് കൊണ്ടുവിടുന്നൊരു ടൈമിൽ ചുമ്മാ ആരോണ്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞു എന്നാൽ ഒരു വ്ളോഗ് എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു വിട്ടാൽ ഒരൊറ്റ പോക്ക് പോയതാണ്. പിന്നെ നിന്നിട്ടില്ല. പിന്നെ അവിടെ നിന്ന് നേരെ മഞ്ജിമയുടെ വീട്ടിൽ വന്നു. അവിടെ വന്നപ്പോഴും ഇവൾ എൻ്റെ അങ്ങ് തട്ടിപ്പറിച്ചോണ്ട് പോയി. എനിക്ക് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത ഇപ്പൊ കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ. ഇപ്പൊ ആൾക്കാരൊക്കെ എന്താണ് പറയുന്നത്? ആൾക്കാർക്ക് വളരെ സന്തോഷം. ഇവരുടെ ആ ഒരു കുട്ടിത്തം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ആരോണ്ട് വീടായി, മഞ്ജിമയുടെ വീടായി. ഇനി നമ്മൾ അടുത്ത ആരുടെ വീട്ടിലോട്ടായിരിക്കും പോവാ? കമന്റ്സിന്റെ അത് ഫുള്ള് എന്റെ പേരാ. എന്റെ വീട്ടിൽ പോണം ഹോം ടൂർ നടത്തണമെന്നൊക്കെ കമന്റ്സിന്റെ അത് ഫുള്ളാണ്. അഭിയോണ ഓക്കെ. അപ്പൊ അഭിയോണ ഇനി എന്ത് ചെയ്യും നമ്മള്? ശരി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വ്ളോഗിംഗ് ഒക്കെ തുടരുമോ? ഇനി എന്ത് വ്ളോഗ് ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോണത്? ഹോം ടൂർ. ക്ലബ് FM ടൺ കണക്കിന്